ഇന്ന് നമ്മൾ ചെയ്യുന്നത് പുതിയൊരു ഗണ്ണാണ്. നമ്മൾ ഇത്രയും ദിവസം BB ബുള്ളറ്റ്സ് ഉപയോഗിച്ചുള്ള ഗൺസ് ആയിരുന്നു അൺബോക്സ് ചെയ്തത്. അപ്പോൾ ഇത് ജെല്ല് ഉപയോഗിച്ചിട്ടില്ല, ജെൽ ബ്ലാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ബുള്ളറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ടൈപ്പാണ്. അപ്പോൾ അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒപ്പം ഗ്ലാസ് വരുന്നുണ്ട്. എന്നാലും കുറച്ച് ക്വാളിറ്റി ഗ്ലാസ്സാണ്, അതിൻ്റെ റേറ്റും ഉണ്ട് ഗണ്ണ്. ഐറ്റംസാണ് വരുന്നത്. നമുക്ക് ഈ കവറിലും കൂടെ എന്താ നോക്കിയത്, ഇത് ബുള്ളറ്റാണ് വരുന്നത്. മറ്റേ ഇത് ജെൽ ബോളാണ്. ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചെടുത്തിട്ട് ഒരു 3-4 മണിക്കൂർ വെള്ളത്തിയിട്ടാലാണ് ഇത് വലുതായി വരും. അപ്പോൾ നമ്മൾ ഇന്നലെ ഓൾറെഡി വേറെ ഒരു എക്സ്ട്രാ പാക്കറ്റ് മേടിച്ച് വെള്ളത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫിറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബുള്ളറ്റ്. ഇത് ബാറ്ററിയും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടുതൽ നമുക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. നമുക്ക് ആദ്യം ബാറ്ററി ഇടാനുള്ള ഭാഗം നോക്കാം. അപ്പോൾ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, അത് ഊരാനുള്ള പിന്നും ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഊരി കൊടുക്കണം. ഇങ്ങനെ അടിയിൽ ആക്കി കൊടുക്കുക. ഇവിടെയാണ് നമ്മൾ ബാറ്ററി ഇടാനുള്ള സ്പേസ്. ഇവിടെയാണ് ബാറ്ററി ഉണ്ടത്. നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള കേബിളൊക്കെ ഉണ്ട്. ക്ലോസ് ചെയ്യും, സ്ക്രൂ അതുപോലെ തിരിച്ച് വെയിറ്റ് ചെയ്യും. അടുത്ത് നമുക്ക് ഗണ്ണ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് മറ്റുള്ള ഗൺസ് ഫിറ്റ് ചെയ്ത പോലെ തന്നെയാണ് ഇതിൻ്റെ ബാക്ക് വശം. ഇവിടെ ഒരു സ്വിച്ച് പോലെ ഉണ്ട്, ഇതൊന്ന് ഹോൾഡ് ചെയ്തിട്ട് നിർത്തുക. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം 2 ലോക്ക് പോലത്തെ ഭാഗമുണ്ട്, അത് ഇതിനുള്ളിലോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് തിരിച്ചെടുത്താൽ മതി. ഇത് ലോക്കായിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ മാഗസിൻ ഇടുന്ന ഭാഗമാണ് ഇത്. ഇവിടെ അല്ല മാഗസിൻ വരുന്നത്, നമുക്ക് ഈ കപ്പാണ് ഇതിൽ മാഗസിനായിട്ട് വരുന്നത്. അപ്പോൾ ബുള്ളറ്റ് ഇതിൽ ലോഡ് ചെയ്യണം, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാനുള്ളൊരു ഭാഗമുണ്ട്, ഇവിടെ ഫിറ്റ് ചെയ്യണം. അതൊന്ന് ഫിറ്റ് ചെയ്യാനുണ്ട്. ഇതിവിടെ ലാസ്റ്റ് ടൈറ്റാക്കി വെച്ചോളാം. ഇത്രയേ ഉള്ളൂ. പിന്നെ അടുത്തതായിട്ട് മാഗസിൻ ഇടുന്നതിൻ്റെ മുന്നേ ഈ ഒരു ക്ലിപ്പ് ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കണം. വെച്ചുകൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരിതുണ്ട്, അതിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, കറക്റ്റ് ആ ഹോൾഡ് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഹോൾഡ് എത്തിയാൽ ഇത് ലോക്ക് ചെയ്യുക, ടൈറ്റാക്കി. നമ്മൾ ബുള്ളറ്റ് വരുന്നത് ഇന്നലെ രാത്രി ഇത് വെള്ളത്തിട്ടുണ്ടായിരുന്നു. ഒരു എക്സ്ട്രാ പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ബോട്ടിലോട്ട് ആക്കി കൊടുക്കുക. കുഴപ്പമില്ലാത്തൊരു തിക്നെസ് ഉണ്ട്, അത്ര പെട്ടെന്ന് പൊട്ടണമൊന്നുമില്ല. കുഴപ്പമില്ലാത്ത നല്ല കേസ്. മാഗസിൻ ഇതിലൊന്ന് ഫിറ്റ് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടൊന്ന് തിരിച്ചെടുക്കുക.
നമ്മൾ ബോട്ടിലെ ക്യാപ്പൊക്കെ തിരിക്കുന്ന പോലെ തന്നെ തിരിച്ചെടുത്താൽ സാധനം ഫിറ്റായി. ഇതാണ് ഫുള്ള് ലുക്ക് വരുന്നത്. നമുക്ക് സിംഗിൾ ഷോട്ട് കൊടുക്കുക. ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബുള്ളറ്റ് നമ്മൾ ഓട്ടോമാറ്റിക് മോഡിൽ പോകണ മാതിരി ബുള്ളറ്റ് പോവും.